ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. ഇന്ന് ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിൽ നടക്കുന്ന സെമി ഫൈനൽ പോരാട്ടത്തിൽ ഒരു കിടിലൻ മത്സരമാണ് ഫുട്ബോൾ ആരാധകരെ കാത്തിരിക്കുന്നത്. കരുത്തരായ റയൽ മാഡ്രിഡും PSG തമ്മിലാണ് ഏറ്റുമുട്ടുന്നത്. ഇന്ന് അർദ്ധരാത്രി ഇന്ത്യൻ സമയം 12:30 ഈ ഒരു മത്സരം നടക്കുക. ന്യൂ ജേഴ്സിയിലെ മെറ്റ്ലൈഫ് സ്റ്റേഡിയത്തിൽ വെച്ചുകൊണ്ടാണ് ഈ ഒരു മത്സരം അരങ്ങേറുക. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു സുപ്രധാനമായ അപ്ഡേറ്റ് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. എല്ലാ മാധ്യമങ്ങളും അക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് വിശദമായി കൊണ്ട് നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. അതായത് റയൽ മാഡ്രിഡ് താരങ്ങൾ ഏറെ നേരം ആകാശത്ത് കുടുങ്ങി എന്ന വാർത്തയാണ് കുറച്ചു മുൻപ് പുറത്തേക്ക് വന്നിട്ടുള്ളത്. അതായത് കാലാവസ്ഥയാണ് റയൽ താരങ്ങൾക്ക് ഇപ്പോൾ തിരിച്ചടിയായിട്ടുള്ളത്. ശക്തിയായ കാറ്റ് മൂലം റയൽ താരങ്ങൾ സഞ്ചരിച്ച വിമാനത്തിന് ലാൻഡ് ചെയ്യാൻ സാധിക്കാതിരിക്കുകയായിരുന്നു. 1 മണിക്കൂറിന് മുകളിൽ വിമാനം ന്യൂയോർക്ക് നഗരത്തിന് മുകളിൽ വട്ടമിട്ട് പറക്കുകയായിരുന്നു. കാരണം ലാൻഡ് ചെയ്യാനുള്ള ഒരു ഗ്രീൻ ലൈറ്റ് അവർക്ക് ലഭിച്ചിരുന്നില്ല. അങ്ങനെ ഏറെ ആശങ്കകൾക്ക് ഒടുവിലാണ് റയൽ മാഡ്രിഡ് താരങ്ങൾ ലാൻഡ് ചെയ്തിട്ടുള്ളത്. ഏകദേശം 2 മണിക്കൂർ വൈകിക്കൊണ്ടാണ് ലാൻഡിങ് നടന്നിട്ടുള്ളത്. ഫിഫ പോലും ഇക്കാര്യത്തിൽ ഇടപെട്ടു കഴിഞ്ഞു എന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. മാത്രമല്ല ഫ്ലൈറ്റ് ഡിലേ ആയതുകൊണ്ട് തന്നെ എല്ലാ പ്ലാനുകളും ഇപ്പോൾ തകിടം മറിഞ്ഞിട്ടുണ്ട്. അതായത് സാബിയുടെ പ്രസ് കോൺഫറൻസ് ഷെഡ്യൂൾ ചെയ്തിരുന്നു, അത് ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. 3 താരങ്ങളുടെ ഇന്റർവ്യൂ ഷെഡ്യൂൾ ചെയ്തിരുന്നു, അതും ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. ഏതായാലും താരങ്ങൾ എല്ലാവരും സുരക്ഷിതമായി കൊണ്ട് ഹോട്ടലിൽ എത്തി എന്നുള്ളത് ആശ്വാസകരമായ ഒരു കാര്യമാണ്. നമുക്കറിയാം ഈ ഒരു ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിൽ ഏറ്റവും കൂടുതൽ ആശങ്കപ്പെടുത്തിയത് അമേരിക്കയിലെ കാലാവസ്ഥ തന്നെയാണ്. ചൂടുള്ള കാലാവസ്ഥയാണ്. അതുപോലെ തന്നെ ശക്തിയായ കാറ്റ് പലപ്പോഴും അവിടെയുണ്ട്. അത് പലപ്പോഴും തിരിച്ചടി ഏൽപ്പിക്കുന്ന ഒരു കാര്യമായിരുന്നു. അതിൻ്റെ പേരിൽ വലിയ വിമർശനങ്ങൾ ഇപ്പോൾ ഉയർന്നു കേൾക്കുകയും ചെയ്യുന്നുണ്ട്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.